ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞ ഭാഗം വെച്ചിട്ട് പറഞ്ഞാൽ ഈ UDF നേതാവിന്റെ പരാമർശത്തിന് ശേഷം സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDFന്റെ പ്രമുഖരായ 1 ഡസനിലേറെ ആളുകൾ സംസാരിച്ചു. അവരാരും തന്നെ ഇദ്ദേഹം നടത്തിയ ഈ പരാമർശം സ്ത്രീവിരുദ്ധമാണെന്നും ഇത് പാടില്ലായിരുന്നുവെന്നും ഞങ്ങളതിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അവരാരും തന്നെ ആ കൺവെൻഷനിൽ പറഞ്ഞില്ല. UDF എന്തായാലും ഈ ചോദ്യം ചോദിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, UDFകാരെ കുറിച്ചാണ് നിങ്ങൾ പരാമർശിക്കുന്നത്. UDFകാരിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വങ്കത്തരമാണ്. ആ ചോദ്യം ചോദിക്കുന്ന ആളുടെ വങ്കത്തരമാണ്. സുഹൃത്തുക്കളെ, പ്രതിഭ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞ വാക്കുകൾ ഞാൻ നേരിട്ട് പറയുന്നില്ല, അത് അയാൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. എന്തൊരു അശ്ലീല പ്രകടനമാണ് സ്ത്രീകൾക്ക് നേരെ ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണോ എന്ന് അവർക്ക് ചെറിയ ഭയമുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. കേട്ടോ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്കുചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അവർ പറഞ്ഞത് വ്യക്തി ജീവിതത്തിൽ വളരെ സംശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ CPMന്റെ പ്രചരണമാണ് എന്ന് മാത്രമല്ല അപാര വ്യക്തിത്വമുള്ള ആളാണ്, പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുകളെ തേജോവധം ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കുറിച്ച് നമ്മൾ കൂടുതലായി ഒന്നും തന്നെ പറയാൻ അറിയില്ല. അവരാരാണ് എന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ വ്യക്തി ജീവിതം, അവരുടെ സ്വന്തം ജീവിതം, അവരുടെ സ്വകാര്യ ജീവിതം, അവരുടെ കുടുംബ ജീവിതം, അതിന്റെ പശ്ചാത്തലമൊക്കെ അത്രമാത്രം ഉള്ള ഒരാളിനെ കുറിച്ച് പോലും നമ്മളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമാണ് വേദിയിൽ പ്രസംഗിക്കാറുള്ളത്. എന്ത് നാരിത്തരമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് വളരെ സൂക്ഷിച്ചു മാത്രമേ നമ്മൾ അവരെ കുറിച്ചൊക്കെ പറയാറുള്ളൂ. പ്രതിഭ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ അവർ പാർട്ടിക്കാരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കളയൂ, അവരൊരു CPMകാരിയാണ് എന്നുള്ള നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ നിങ്ങൾ എടുത്തു കളയൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞെന്താ, അങ്ങനത്തെ ഒരു സൗന്ദര്യമുള്ള ശരീര വടിവുള്ള അഴകുള്ള ഒരു സ്ത്രീയെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള വാക്കാണ്. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അത്ര CPM. അവരെ ശരീരം കാണിച്ചത്ര CPM വോട്ട് വാങ്ങിക്കുന്നത്. ഇങ്ങനെ അശ്ലീല പദപ്രയോഗങ്ങൾ, അശ്ലീല വർത്തമാനങ്ങൾ മത്സരിക്കുന്ന ഒരു എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വൃത്തികേടാന്ന് ആലോചിക്കുക സുഹൃത്തുക്കളെ. വൃത്തികേടാണ്. ഇനി സംഗതിയൊക്കെ പോട്ടെ, ഇതിൽ ആദ്യം ഞാൻ കാണിച്ചെന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ ഇയാള് അത്രയ്ക്ക് വൃത്തികെട്ട പദപ്രയോഗങ്ങളും മറ്റും പ്രതിഭ എന്ന് പറയുന്ന ആ ഒരു മുൻ MLAക്കെതിരെ പറഞ്ഞു. ശരി, ഇയാൾക്കൊരു ഭീകരമായ തെറ്റുപറ്റി. ഭീകരമല്ല, അതിഭീകരമായ തെറ്റുപറ്റി. അതിഭീകരമായ തെറ്റ് തന്നെയാണ്. ഒരു സ്ത്രീയാണ് നടു റോട്ടിൽ ഇരുന്നിട്ട് അവരവരുടെ ശരീരം വിൽക്കുകയാണെന്ന് പറയുന്നത്. എച്ചാതി നാറുത്തരാന്ന് ആലോചിച്ച്. അങ്ങനെ കോൺഗ്രസ് നേതാവ് പറഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥി ഇരിക്കുന്നുണ്ട്, മറ്റു കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട്. അവിടെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്കുകളെല്ലാം സ്ത്രീ വിരുദ്ധമായ വാക്കുകളാണ്, അതൊരിക്കലും ഒരു പൊതുസമൂഹത്തിന് ചേർന്നതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്നതല്ല, അത് നമുക്ക് ചേർന്നതല്ല, അത്തരം വാക്കുകൾ പിൻവലിക്കണം, താങ്കൾ അതിന് മാപ്പ് പറയണമെന്ന് അവിടെ കൂടിയിരുന്ന ഒരാൾക്ക് പോലും പറയാൻ തോന്നിയില്ല എന്നതാണ് ആ ഒരു കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ കോൺഗ്രസ് ആണെന്നതിന്റെ തെളിവ്. മനസ്സിലാവുന്നുണ്ടാ? അവിടെ കൂടിയിരിക്കുന്ന ഒരാൾക്ക് പോലും അത് അശ്ലീലമാണെന്ന് തോന്നിയിട്ടില്ല സുഹൃത്തുക്കളെ. ഇവര് ജയിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് ഇവർ ജയിച്ചിട്ടില്ല. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നാറിയ കളിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പ്രതിഭ എന്ന് പറയുന്ന MLAക്കെതിരെ അശ്ലീലമായ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത്. അശ്ലീലമായ വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രതിഭ പറയുന്ന ചില മറുപടികൾ കേൾക്കണം. പരാമർശം വിവാദമായതോടെ മാപ്പ് പറഞ്ഞ് തടിയൂരാനാണ് ഇർഷാദ് ശ്രമിക്കുന്നത്. താൻ പറഞ്ഞത് സ്ത്രീവിരുദ്ധ പരാമർശമല്ലെന്നും ആർക്കെങ്കിലും വേദന ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇർഷാദ് വ്യക്തമാക്കി. താങ്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലെ പരാമർശം പ്രതിഭയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ്. അത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രതികരണം? ഞാനിപ്പോ ഇന്നിപ്പോ വിഷ്വലിലൊക്കെ ഇങ്ങനെ ചില പരാമർശങ്ങൾ വന്നതായിട്ട് ഞാൻ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ കഴിഞ്ഞ എന്റെ ഈ പ്രസംഗം മുഴുവനായി കേൾക്കുന്ന ആർക്കും ആ പ്രസംഗത്തിന്റെ എന്താണ് ഗ്രാവിറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങനെ ഒരു തരത്തിലേക്ക് ചർച്ച പോകില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്ത്
ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ ജനപ്രതിയുടെ പ്രശ്നങ്ങളും ഒക്കെ വരാം. താങ്കൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് ഇവിടെ വരുന്ന, അപ്പോൾ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കും അത് തോന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്റെ പ്രേക്ഷകരായിട്ട് നിങ്ങൾക്ക് ഇയാൾ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് മുൻ ആളെ പറ്റിയിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഒരു ലെവലേശം പോലും ഉളുപ്പില്ലാതെ, ഒരു ലെവലേശം പോലും ഒരു മനോവിഷമം ഇല്ലാതല്ലേ ആ കോൺഗ്രസ് നേതാവ് സംസാരിക്കുക. ഇവർ ജയിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സ്ത്രീകൾക്കെതിരെ, ഏതൊക്കെ വനിതാ നേതാക്കന്മാർക്കെതിരെ ഇവർ അസഭ്യ വാക്കുകൾ ചൊരിയുമെന്നുള്ളത് ആലോചിച്ച് നോക്കി. അങ്ങനെ ഉണ്ടല്ലോ, അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇമ്മാതിരി വർത്തമാനാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ജനതയെ കുറിച്ച് ഇവരൊക്കെ കൺസെപ്റ്റുകൾ? ബാക്കി കേൾക്കും. വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല, അങ്ങനെയുള്ള ഒരു പരാമർശമൊന്നും അങ്ങനൊന്നും ശരിയല്ല പറയുന്നത്. ആ ഒരു അത് വാക്കുകളെ അടർത്തിയെടുത്തിട്ട് ഏത് രീതിയിൽ വാക്കുകൾ അടർത്തിയെടുക്കുക. എന്റെ സുഹൃത്തുക്കളെ, ഈ വൃത്തികെട്ടവൻ അവന്റെ നാക്ക് കൊണ്ട് പറഞ്ഞ വാക്ക് തന്നെയാണത്. ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു. കാരണം ഞാനൊരു ആണിന്റെ പക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു ആണിന്റെ പക്ഷത്തിൽ നിൽക്കുന്ന ഒരാൾ, ഒരു വ്യക്തിയും അബദ്ധത്തിൽ പോലും അത്തരം വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണമെന്നുള്ളതാണ്. അതിന് പകരം പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കണോ? കേൾക്ക്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ ചെയ്ത് കൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അവർ പറഞ്ഞത് കണ്ടില്ലേ? പച്ചയ്ക്ക് പറഞ്ഞതല്ലേ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നുള്ളത്. എന്നിട്ട് ഇതാ അത് പ്രശ്നമായപ്പോ ചോദിക്കുമ്പോൾ പറയണേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെങ്ങനെയാണേ പച്ചയ്ക്ക് നുണ പറയും. തൊട്ടടുത്ത നിമിഷം പറഞ്ഞിട്ടുണ്ടായിരിക്കുക, ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. വീണ്ടും ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞത് ഇതാ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാനല്ലെന്ന് ഒരു സംശയമില്ലെന്ന് പറയും. അത് ഞാനല്ല സർ, താങ്കളല്ലേ ഒരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞേ, അല്ലെങ്കിൽ 2 സെക്കൻഡ് മുമ്പല്ലേ താങ്കൾ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞേ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറയില്ല. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, നിങ്ങളെ പത്രത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും എന്ന വർത്തമാനവും പറഞ്ഞു പോകുന്ന ടീമാണ്. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ നല്ലതെന്തെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഇവിടുത്തെ വൃദ്ധന്മാർക്കോ ഇവിടുത്തെ യുവാക്കൾക്കോ നല്ലതെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൂഢത്തരമാണ്. ആ പ്രതീക്ഷിക്കുന്നവരുടെ മൂഢത്തരമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇതാണ് ടീം. ഈ ടീമൊക്കെ ഇനി കര കയറി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും എന്നൊക്കെ അനുഭവിച്ചറിയേണ്ടി വരും. സൂക്ഷിച്ചു മാത്രം നിങ്ങൾ വോട്ടുകൾ ചെയ്യുക എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ബൈ.